അപ്പോൾ ഈശ്വരവചനം നമ്മൾ സംസാരിക്കുന്നത് റോമർ 9:14 അപ്പോൾ വചനം പറയുന്നു, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അപ്പം ശരിക്കും നമ്മുടെ ആഗ്രഹമോ അല്ലെങ്കിൽ നമ്മൾ കുറേ സ്വപ്നം കാണും അല്ലേ, മനുഷ്യനാണ്, നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ചിലരെങ്കിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒത്തിരി പഠിച്ചു, ഒത്തിരി കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ വളർത്തി, പക്ഷെ എത്തേണ്ട പോലെ ഭാവിയിൽ അങ്ങ് പോയില്ല. എവിടെയൊക്കെയോ വെച്ച് കാര്യം ഒത്തിരി പഠിച്ചിട്ടുണ്ട്, റാങ്കൊക്കെ മേടിച്ചിട്ടുണ്ട്, എവിടെയൊക്കെയോ വെച്ച് അങ്ങ് ഇതായിപ്പോയി. അതുപോലെ ഒത്തിരി ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് കല്യാണമൊക്കെ നടത്തി വിട്ടു, ഫ്യൂച്ചർ അതുപോലെ അവരുടെ മെച്ചപ്പെട്ട് കണ്ടില്ല. ബിസിനസ്സൊക്കെ ഒത്തിരി മെച്ചപ്പെട്ട് വന്നതാണ്, പെട്ടെന്ന് എന്തായി, ഡൗൺ ആയിപ്പോയി. അപ്പം ഏതൊരു കാര്യത്തിനും എന്താണ് ഏറ്റവും അനിവാര്യം? ഭാസന മാതാവിൻ്റെ ഇത് പറയുന്ന പോലെ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് ശരിക്കും ഒരു ഉത്തമമായ വാചകം എന്ന് പറയുന്നത്. കാരണം ദൈവത്തിന്റെ കൃപയും ദയയും ഇല്ലാണ്ട് നമുക്ക് ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ സാധിക്കത്തില്ല. കാരണം നമ്മൾക്ക് അത് അനിവാര്യമാണ്. ആഗ്രഹങ്ങളായിക്കോട്ടെ, നമ്മുടെ പ്രയത്നങ്ങളായിക്കോട്ടെ, ഈശോയെ കർത്താവേ ഇതാണ് എൻ്റെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ ഇന്ന ദൈവമേ ഇതാണുള്ളത്, സമർപ്പിച്ചത് മുന്നോട്ട് പോയാൽ എന്ത് ചെയ്യും? അത് ഉന്നതിയിൽ വരും, അത് അനുഗ്രഹം പ്രാപിക്കും. ദൈവത്തിന്റെ ദയയാണ് എന്ത് മനുഷ്യന് ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ടത്. അപ്പം ഈ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഈശോയെ ഞങ്ങളോട് കരുണ തോന്നണേ, കരുണ കാണിക്കണേ അപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്നേഹമുള്ള ഒരു അപ്പനാണ് ആര്? നമ്മുടെ സ്വർഗത്തിലെ ഈശോപ്പച്ചൻ. അപ്പോൾ ഈ വചനത്തിലൂടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ദൈവത്തിന്റെ ദയ നിങ്ങളെ ചുറ്റിപ്പറ്റട്ടെ. അപ്പോൾ കൂട്ടുകാരെ ഇപ്പോൾ പോകുന്നു, പിന്നെ കാണാം, ബായ് എന്നാണ് എൻ്റെ ശോശു പറയാൻ ഉദ്ദേശിച്ചത്.